സൂര്യമംഗലം ഹെറിറ്റേജ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ആലംകുളം എന്ന സ്ഥലത്താണ് സൂര്യമംഗലം ഹെറിറ്റേജ്. ചേച്ചിയും ഗീത ചേച്ചിയും ഞാനും കൂടെയാണ് സൂര്യമംഗലത്ത് പോയത്. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം. ഓട്ടോയിലാണെങ്കിലും ഒരു 5 മിനിറ്റ് യാത്ര ചെയ്താൽ മതിയാവും. ഇതൊരു പഴയ തറവാടായിരുന്നു കേട്ടോ. ഇതിനെ മോഡിഫൈ ചെയ്ത് ഇപ്പോൾ ഒരു ഹെറിറ്റേജ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ താമസ സൗകര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലത്തെ നിലയിലേക്ക് പോകാൻ പുറത്തു കൂടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. തറവാടായതുകൊണ്ട് തന്നെ ഉള്ളിൽ ഗോവണി വേറെ ഉണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാഷ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു സെപ്പറേറ്റ് ബാത്റൂമും അതിൽ തന്നെയുണ്ട്. വീൽ ചെയറൊക്കെ കയറ്റാൻ പാകത്തിന്. ഇതാണ് സൂര്യമംഗലത്തെ റിസപ്ഷൻ ഏരിയ. ഇവിടെ വലിയൊരു മ്യൂറൽ പെയിൻറ്റിങ് ഇരിക്കുന്നത് കാണാം. അതിന് മുകളിലായിട്ട് 5 ക്ലോക്ക് ഇരിക്കുന്നതും കാണാം. ഓരോരോ രാജ്യങ്ങളിൽ അപ്പോഴത്തെ സമയമാണ് കാണിക്കുന്നത്. ഇത് മുകളിലെത്തിയാലുള്ള വ്യൂ ആണ് കേട്ടോ. മുകളിലത്തെ നിലയിൽ 4 റൂംസ് ഉണ്ട്. താഴത്തെ നിലയിൽ 1 റൂമും. 3500 രൂപയാണ് മുറിയുടെ വാടക. റൂമിൽ എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്.
നമ്മളിതൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ തുടക്കമായതുകൊണ്ടാണോ എന്നറിയില്ല, ഇനി എൻട്രി ഫീ അവർ വെക്കുമെന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ എൻട്രി ഫീ ഇല്ല. റൂം എടുക്കുകയാണെങ്കിലും അതുപോലെ ഭക്ഷണത്തിനും, ഇത് രണ്ടിനുമാണ് ഇപ്പോൾ അവർ പൈസ വാങ്ങിക്കുന്നുള്ളൂ. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വെൽ അറേഞ്ച്ഡ് ആണ്, അത്യാവശ്യം സ്പേഷ്യസും ആണ്. ഇതവിടുത്തെ സ്റ്റാഫാണ്, പ്രിയ ചേച്ചി. താഴത്തെ നിലയിൽ ഒരു നടുമുറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വലിയ നടുമുറ്റമൊന്നുമല്ല, ചെറുതാണ്. അതിൻ്റെ മുകളിൽ ഗ്ലാസ് റൂഫൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് വെള്ളം വീഴുന്നുണ്ടെങ്കിൽ മുകളിൽ അത് ഓപ്പൺ ചെയ്യാമെന്ന് തോന്നുന്നു. ഗീത ചേച്ചി കുട്ടികളെ പോലെ ഇങ്ങനെ തൂണൊക്കെ ചുറ്റി കളിക്കുന്നുണ്ട്. എല്ലായിടത്തും ഇതുപോലെ ഒരു പെയിൻറ്റിങ്സ് കാണാം. കഥകളി, ഓട്ടംതുള്ളൽ, പിന്നെ മ്യൂറൽ പെയിൻറ്റ്സ്, അങ്ങനെ. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. തറവാടിലെ ഊന്തളം റെസ്റ്റോറൻ്റ് ആക്കിയതായിരിക്കാം. ഒരുപാട് വലുത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇതിനപ്പുറത്ത് കിച്ചണാണ്. കിച്ചൺ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇവിടെയുണ്ട് പെയിൻറ്റിങ്സ്. ഇടയിൽ ഇങ്ങനെ ഷോ പീസ് പോലെ ഒരു കുട്ടി കസേരയും പിന്നെ ഒരു തൊട്ടിലും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വാതിലുകൾ മിക്ക തറവാടുകളിലും ഉണ്ടാവുമല്ലേ. ഗീത ചേച്ചി പറയാ, അമ്മിഞ്ഞ വാതിൽ നിന്ന് അത്ര കുട്ടികൾ ഇതിനെ വിളിച്ചിരുന്നത്. ഇത് താഴത്തെ നിലയിലുള്ള റൂമാണ്. മുകളിലത്തെ റൂംസിനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ വലുപ്പമുള്ള റൂമാണ്. എന്ന് കരുതി വാടകയൊന്നും കൂടുതലില്ല കേട്ടോ. എല്ലാ റൂംസിനും ഒരേ റെൻ്റാണ്. എല്ലാം AC റൂമുകൾ തന്നെയാണ്. TV, അതുപോലെ വെള്ളം ചൂടാക്കാനുള്ള കെറ്റിൽ, എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. ഇവിടെ പടിപ്പുരകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്ന്, ഇനി നെൽവയലിലേക്ക് തുറക്കുന്ന പടിപ്പുര വേറെ ഒന്നുണ്ട്. ഇതാണ് തറവാട്ട് കുളം. നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അവർ. പക്ഷെ ആരോ കാണാൻ വന്നവരായിരിക്കാം. അതിലൊരു പ്ലാസ്റ്റിക് കുപ്പി ഇട്ടിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. കാരണം ഇത്രയും വൃത്തിയായി അവർ സൂക്ഷിച്ച കുളത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇവിടെ നീന്താൻ വേണ്ടിയിട്ട് ഇത് ഒരു റിങ്ങൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കുളത്തിൽ നിറയെ മീനൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഗീത ചേച്ചി ഞാനും കൂടെ കുളത്തിലിറങ്ങി ഒന്ന് കാലൊക്കെ കഴുകി. ഇവിടെ ഫങ്ഷനൊക്കെ നടത്തുന്നത് ഇങ്ങനെ ഓപ്പൺ ഓഡിറ്റോറിയമായിട്ട് ഇവിടെയാണ്. ഇവിടെ നന്നായിട്ട് അലങ്കരിച്ച് അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഫങ്ഷൻസൊക്കെ നടത്തുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. കുറച്ചുകൂടെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഓക്കെ,
ചാച്ചാ.